നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്ന റിയൽമിയുടെ GT60 എന്ന് പറയുന്ന ഒരു മൊബൈലാണ്. 22-ാം തീയതിയായിരുന്നു, അതായത് മെയ് 22-നാണ് അനൗൺസ് ചെയ്തത്. എന്നിട്ടിപ്പം 29-ാം തീയതി തൊട്ട് എൻ്റെ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത് 31-ാം തീയതി സംഭവം കിട്ടി. അപ്പോൾ ആദ്യം എൻ്റെ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ട് നമുക്ക് കാണുന്ന ആദ്യം തന്നെ ഫീച്ചേഴ്സ് കുറച്ചുണ്ട് എന്നുള്ളതാണ്. പിന്നീട് GT60 റിയൽമി. ഇപ്പം ഏതാണ്ട് 2 വർഷത്തോളമായി ഈ GT സീരീസിൽ ഫോൺ ഇറങ്ങിയിട്ട്. സൈഡിലൊക്കെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ 7+ Gen 3 ചിപ്സെറ്റാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. 6000 Hz അൾട്രാ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് പറയുന്നത്. ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ ഐസ്പാർക്ക് പേപ്പർ കൂളിംഗ് ഉണ്ട്. പിന്നെ 120 വാട്ട്സിൻ്റെ സൂപ്പർ വർക്ക് ചാർജർ. ഇത്രയുമാണ് അവർ മെയിനായിട്ട് എന്ത് ഹൈലൈറ്റ് ബോക്സിൽ പറയുന്നത്. അതിൻ്റെ ബോക്സിൽ കൊടുത്തിരുന്ന പ്രൈസ് 36 രൂപയാണ്. അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ നിന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. എൻ്റെ അവിടെ ചാർജർ വരുന്നുണ്ട്, USB ഡാറ്റ കേബിൾ വരുന്നുണ്ട്, സിം ഇജക്ടർ ടൂള്, സേഫ്റ്റി ഗൈഡ്, ക്വിക്ക് ഗൈഡ്, പ്രൊട്ടക്റ്റീവ് കേസ്. അത്യാവശ്യം ഫോണിന് വേണ്ടതെല്ലാം ഉണ്ട്. നമ്മൾ അഡീഷണലായിട്ടൊന്നും മേടിക്കേണ്ടി വരുന്നില്ല. ഇനി നമുക്കിതിനൊന്ന് അൺബോക്സ് ചെയ്യാം. ബ്ലാക്ക് കളറാണ് ബോക്സിൻ്റെ. അതിൻ്റെ സിലിക്കൺ പൗച്ച് വരുന്നുണ്ട്, സിം ഇജക്ടർ ടൂള്, പിന്നീട് അതിൻ്റെ ഗൈഡ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു കേസാണ് വരുന്നത്. ഇച്ചിരി മാറ്റ് ഫിനിഷിങ് അകത്തുണ്ട്. പുറത്ത് പക്ഷേ നല്ല സ്മൂത്താണ്. അകത്ത് ഇച്ചിരി റഫായിട്ടുള്ളൊരു ഫിനിഷിങ് ആണുള്ളത്. ഗ്രിപ്പ് കിട്ടുന്നുണ്ട് അതുകൊണ്ട്. പേപ്പർ ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതായിരുന്നില്ല 120 വാട്ട്സിൻ്റെ സൂപ്പർ വർക്ക് ചാർജറുണ്ട്. Type A to C ആണ് വരുന്നത്. ആംബിയർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 11 വാട്ട് 11 ആംബിയർ, അതാണ് മാക്സിമം അവർ പറയുന്നത്. ചെറിയ രീതിയിലുള്ളത് പറ്റുന്നുണ്ട്. 5 വാട്ട് 2 ആംബിയറൊക്കെ കാണിക്കുന്നുണ്ട്. Type A to C ആണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട്. സാധാരണ ചാർജറിനേക്കാളും വലുപ്പമുണ്ട്. എങ്കിലും കൊള്ളാം, നല്ല ഒതുക്കത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കേബിൾ സാധാ വലുപ്പം മാത്രമേ ഉള്ളൂ. Type A to C. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നത്. കാണാൻ പറ്റുമായിരിക്കും, നല്ല കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ. അത് ഓൺ ചെയ്യാതെ തന്നെ ആ ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ ഉണ്ട്. പിന്നെ ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പക്ഷേ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്. അപ്പം അത്ര പെട്ടെന്നൊന്നും പേടിക്കണ്ട. പിന്നീടെന്ന് പറഞ്ഞാൽ 5 ഹോളായിട്ടുള്ള ക്യാമറ ആണ് വരുന്നത്. ഇനി ബാക്ക് സൈഡിൽ നമ്മളതിൻ്റെ മെയിൻ കളറാണ് സെലക്ട് ചെയ്തത്. നല്ല ലൈറ്റ് ഗ്രീൻ, പക്ഷേ കൊള്ളാം കിട്ടും. നല്ല പ്രീമിയം കളർ, വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയുള്ള കളറ്. 15 മെഗാ പിക്സൽ ക്യാമറയാണ് ബാക്കിലുള്ളത്. പിന്നെ ഒരെണ്ണം വൈഡ് ആംഗിൾ ക്യാമറയാണ്. 2 ക്യാമറയാണുള്ളത്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ സോണി. 3 സോണിയുടെ ക്യാമറ തന്നെയാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറയാം. അപ്പം ലുക്ക് വൈസ് കൊള്ളാം, നല്ല പ്രീമിയം ഫീലുണ്ട്. എനിക്കൊന്ന് ഗ്രീൻ കളർ തന്നെയാണെന്ന് തോന്നുന്നത് ഏറ്റവും മാച്ച് ആവുന്നത്. അത്രയും നല്ല ഈ ക്യാമറയിൽ അത്രയും കിട്ടുന്നില്ല. പക്ഷേ മാച്ച് ചെയ്യുന്നത് ബെറ്ററാണ് കാണാൻ. നല്ല ഫിനിഷിംഗ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മൊഡ്യൂളാണിത്. 2 ഡ്യുവൽ ടോൺ LED ആണ് വരുന്നത്. 2 ടൈപ്പ് LED. ഇനി നമ്മുടെ കയ്യിൽ നോക്കിയാൽ അത്ര സിംഗിൾ ഹാൻഡായിട്ട് അത്ര യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം വലുപ്പമുണ്ട്. അത്ര എത്തിപ്പെടാനും നമുക്ക് താഴെ നിന്ന് മേലെ വരെ എത്തിപ്പെടാനൊക്കെ അത്ര ഉപകാരമല്ല. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മുകളിൽ നോയ്സ് ക്യാൻസലേഷൻ്റെ മൈക്കുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ IR ബ്ലാസ്റ്റർ ഉണ്ട്. പിന്നെ സ്പീക്കറുണ്ട്. ഇവിടെ വോളിയം റോക്കേഴ്സ്, പിന്നീട് പവർ ഓൺ ബട്ടണും ഉണ്ടാവും. പിന്നെ സ്പീക്കർ, നമ്മുടെ മിക്ക്, പിന്നീട് നമ്മുടെ USB പോർട്ട്. ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, ബാറ്ററി ഉണ്ടോ എന്നറിയട്ടെ.
കർവ് ഡിസ്പ്ലേ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അതിനകത്ത് തന്നെ പറയാൻ പറ്റുപോയി. പ്രീ അപ്ലൈഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഫിലിം അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിൽ ഒന്നും അറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ ഈ ഫിലിം ഇതിൻ്റെ ഇവിടെയൊക്കെ നല്ലപോലെ അറിയാം. അതുകൊണ്ടല്ലേ മേൽഭാഗത്ത് കറക്റ്റായിട്ടുള്ളത് കിട്ടാൻ പാടാണ് ഇതിൻ്റെ. ഇതുപോലെ ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് മേടിച്ചത്. തൽക്കാലം നമുക്ക് സ്കിപ്പ് അടിച്ചു പോകാം. സ്കിപ്പ് അടിച്ചാണ്. അപ്പോഴത്താണ്ട് ഇതേപോലെ ആണ് എൻ്റെ UI ആദ്യം വന്ന് നിൽക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് വാൾപേപ്പർ വന്ന് വേണം. ലൈറ്റിൻ്റെ ഒരു ഇതടിക്കുന്നുണ്ട്, പക്ഷേ കാണാം നല്ല ക്ലിയർ ആയിട്ട്. ഇത് ഇറങ്ങിയത് ഏറ്റവും ബ്രൈറ്റ്നസ് ഉള്ള ഫോണാണ് ഇതെന്നാണ് പറയുന്നത്. 6000 nits ആണ് അവർ പറയുന്നത്. ഒന്ന് നല്ല ബ്രൈറ്റ്നസ് ആണുള്ളത്. സെറ്റിങ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഒഴിവാക്കിയാൽ പിന്നീടുള്ള കുറേ പരസ്യങ്ങൾ ഒഴിവാക്കും. പിന്നെ ഇതിനകത്ത് നോർമലായിട്ടുള്ള അവരുടെ UI ആണ് വരുന്നത്. ഇതിനകത്ത് ആപ്പ് മാർക്കറ്റ് അത് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളതാണ്. മുമ്പ് അതില്ലായിരുന്നു. എൻ്റെ റിയൽമി നാർസോ 30 Pro ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത് ഇല്ലാത്തൊരു ആപ്പായിരുന്നു. അതേപോലെ പിന്നീട് ബ്ലോട്ട്വെയർ എന്ന് പറയാനായിട്ട് വളരെയല്ല. ഫേസ്ബുക്ക് നോർമലി യൂസ് ചെയ്യുന്നതാണ്. ഫിറ്റ്ബിറ്റ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യുന്നതല്ല. പിന്നീട് മിന്ത്ര ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. സെൻ സ്പേസ് അതും കേട്ടിട്ടില്ല. അതിനകത്താണ് കുറച്ച് ആപ്ലിക്കേഷനാണ് അവരുടെ ഇതായിട്ട് വരുന്നത്. അവരുടെ ഓൺ ആപ്പ് മാർക്കറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ടല്ലോ അതിൻ്റെ. ഇതിൻ്റെ പ്രത്യേകം ആദ്യം തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് അത്ര നല്ല സ്മൂത്ത് ഇൻ്റർഫേസ് ആയിട്ടോ. അതിനകത്തിപ്പം എത്രയാണ് റിഫ്രഷ് ആയിട്ട് കിടക്കുന്നതെന്ന് അറിയത്തില്ല ഇൻബിൽറ്റായിട്ട്. ഡിവൈസ് ഉണ്ട് റിയൽമി GT60. നമ്മുടെ അടുത്തേക്ക് 256 ആ വേരിയൻ്റാണ്. 256 GB സ്റ്റോറേജ്, 8 GB റാമുള്ള RMX 3851 മോഡൽ, സ്നാപ്ഡ്രാഗൺ 7+ Gen 3 മൊബൈൽ പ്ലാറ്റ്ഫോം, 5500 mAh ബാറ്ററി, സൈസ് 17.2 8 GB റാം പ്ലസ് 4 GB അഡീഷണൽ സ്റ്റോറേജും കൂടെ കിട്ടും. 32 MP ക്യാമറ, റിയറിൽ 50.8 NFC സെക്യൂരിറ്റി ഉണ്ട്. NFC എനേബിൾഡ് സെറ്റാട്ടോ. ആൻഡ്രോയിഡ് വെർഷൻ 14 ആണ് ഇതിനകത്ത് വരുന്നത്. ഇൻബിൽറ്റായിട്ട് തന്നെ 15 ഇപ്പോൾ തന്നെ വരുമെന്ന് പറയുന്നു. മൂവ്മെൻറ്റൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. ആനിമേഷനൊക്കെ നല്ല രസമുണ്ട്. പിന്നീട് ഏപ്രിലിൽ വരെയുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് കിടപ്പുണ്ട്. 5 ഏപ്രിൽ വരെയുള്ള. പിന്നീട് ഇതിൻ്റെ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ വൈഫൈ കാണിക്കുന്നുണ്ട്, മൊബൈൽ നെറ്റ്വർക്കിൻ്റെത്. പിന്നീട് ബ്ലൂടൂത്തിനകത്ത് 5.4 ആണ് കേട്ടോ കിടക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഡിയോയുടെ എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്ഷൻ ഷെയറിങ്, NFC നോട്ടിഫിക്കേഷൻ, VPN നമ്മൾ ആഡ് ചെയ്യണം. പ്രൈവറ്റ് DNS കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സെലക്ട് ചെയ്യാനായിട്ട്. പിന്നീട് ആൻഡ്രോയിഡ് ഓട്ടോ സൈൻ ചെയ്യണം. മൾട്ടി സ്ക്രീൻ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നീട് ലിങ്ക് ടു വിൻഡോസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. സ്ക്രീൻ കാസ്റ്റ്, പ്രിൻ്റ്, ക്വിക്ക് കണക്റ്റ്, അടുത്തുള്ള ഡിവൈസോട്ട് കണക്ട് ചെയ്യാവുള്ളൂ. പിന്നീട് എന്ന് പറഞ്ഞാൽ വാൾപേപ്പർ, അതൊരു വരുന്ന വാൾപേപ്പർ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ലൈവ് വാൾപേപ്പറുകളാണ് ഇതൊക്കെ. മറ്റൊക്കെ നേരത്തെ ഉള്ള ടൈപ്പുകളൊക്കെയാണ് ഇതൊക്കെ. കൊള്ളാം, കുറച്ചുകൂടെ റിച്ച് ഉണ്ട്. ആ സ്ക്രീനിൻ്റെ ക്വാളിറ്റി ആ വാൾപേപ്പർ കാണുമ്പോൾ ഉണ്ട്. ഇതിൽ പലതും മുമ്പേ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഉണ്ട് പല വാൾപേപ്പറുകൾ മുമ്പേയൊക്കെ ഉള്ള വാൾപേപ്പറുകൾ തന്നെയാണ്. ഇതൊക്കെ പുതിയതാണ് കേട്ടോ. ഇതൊക്കെ മാസമല്ല, ആദ്യം കാണിച്ചൊക്കെ അതിനകത്തുണ്ടായിരുന്നു നേരത്തെ. പിന്നീടെന്ന് പറയുന്നത് പറയാൻ വന്ന ഇതാണ് ആൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇത് അമോലെഡ് ആയതുകൊണ്ട് ആൾവേസ് ഓൺ ഡിസ്പ്ലേനകത്ത് വർക്കാവുന്നതാണ്. ആൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് തന്നെ ഇപ്പം പണ്ടത്തെ പോലല്ല. പണ്ട് ജസ്റ്റ് ഇതൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം നമുക്കിങ്ങനെ
ഇതേപോലുള്ള ഇമോജികളോ കസ്റ്റമൈസ് പാറ്റേണൊക്കെ ടെക്സ്റ്റോ ഇതൊക്കെ നമുക്കതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. സിസ്റ്റം ഇൻബിൽട്ടായിട്ട് തന്നെ ഉണ്ട്, കുറേ ഉണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതേപോലെ ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ പാറ്റേണൊക്കെ വരുന്നുണ്ടല്ലേ. നമ്മൾ വരയ്ക്കുക എങ്ങനെയാണ് ചെയ്യുന്നതനുസരിച്ച് അല്പം ഏയുടെ പരിപാടിയൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്ഡേറ്റ് ഉണ്ട്. അപ്ഡേറ്റ് ഒന്നും തൽക്കാലം ആരും ചെയ്യേണ്ട. അപ്ഡേറ്റൊക്കെ എൻ്റെ ഒരു തീരുമാനമായിട്ടെല്ലാവരും ചെയ്താൽ മതി. ആൾവേസ് 100% അതിൽ ഇതേപോലെ വന്നിരിക്കും. പിന്നീട് സെറ്റിങ്സിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഹോം സ്ക്രീൻ, ലോ സ്ക്രീൻ എന്തൊക്കെയാണെന്നുള്ളത്. പ്ലാൻസ് ഫോർ റിയൽമി അതാണ് ഈ പറയുന്ന പോലെ ഇതിനകത്ത് ഒരു പരസ്യക്കാർ. പിന്നീട് ഡിസ്പ്ലേയുടെ ഓട്ടോ ബ്രൈറ്റ്നസ്, എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഇതിനകത്തുണ്ട്. പിന്നെ ഓരോന്ന് സെറ്റ് ചെയ്തിടാവുന്ന സ്ക്രീൻ കളർ മോഡ്. ഇതിനകത്തെല്ലാം ഇതുണ്ട് കേട്ടോ. ഈ എയുടെ ഉണ്ട് സ്ക്രീൻ കളറിൻ്റെ തന്നെ മാനേജ് ചെയ്യേണ്ട എനേബിൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഓൺ ഡിസ്പ്ലേ, HDR വീഡിയോ, HDR സപ്പോർട്ട് ചെയ്യുന്നത്, HDR10 സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ബ്രൈറ്റ്നസ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഹൈ ബ്രൈറ്റ്നസ്സിൽ HDR ഇട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. HDR കൂടാതെ ഹൈ ബ്രൈറ്റ്നസ് HDR ഇട്ടാണ്. സ്ക്രീൻ റെസൊല്യൂഷൻ സ്റ്റാൻഡേർഡ് ഹൈ 2 രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നീട് റിഫ്രഷ് റേറ്റ് ഓട്ടോ സെലക്ട് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട് 60 ഉണ്ട് ഹൈ. ഇതിനകത്ത് LTP ഡിസ്പ്ലേ ആയതുകൊണ്ട് 1 ഹെഡ്സ് തൊട്ട് 120 ഹെഡ്സ് വരെ അത് പോകും. മൊത്തത്തിൽ ആ ഉപയോഗം അനുസരിച്ച് ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഓട്ടോ ഇടുമ്പോൾ അത് വരുമായിരിക്കാം, കൃത്യമായിട്ട് അത് കാണുന്നില്ല അങ്ങനെ. പിന്നീട് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ, സ്പെഷ്യൽ ഓഡിയോ, ഹോളോ ഓഡിയോ, റിയാലിറ്റി ഓഡിയോ. ലോ റിയാലിറ്റി ഓഡിയോ എന്ന് പറയുന്നത് ഓരോന്നും ഓരോ ഇതായിട്ടുള്ളതാണ്. റിയാലിറ്റി ഓഡിയോ, സ്പെഷ്യൽ ഓഡിയോ. ഹെഡ്ഫോൺ യൂസ് ചെയ്താൽ നമുക്ക് ഡെപ്തിൽ കേൾക്കുന്നതാണ്. ഡിഫറെൻറ്റ് ലൊക്കേഷൻ, ഓഡിയോ തന്നെ പല ടൈപ്പുണ്ട്. പിന്നെ ഹാപ്റ്റിക്സൊക്കെ കൊള്ളാം കേട്ടോ, നല്ല ഫീഡ്ബാക്കാണ് ഹാപ്റ്റിക്സിൻ്റെ വരുന്നത്. പിന്നീട് എക്സ്റ്റേണൽ ഡിവൈസ്, പിന്നീട് മോണിറ്ററിങ്, പിന്നീട് ആപ്സ് മാനേജ്മെൻറ്റ്, ഡിസേബിൾ ആപ്പ്, ആപ്പ് ലോക്ക് എല്ലാം ഉണ്ട്. സെറ്റ് സ്ക്രീൻ ലോക്ക്, മോർ അലർട്ട്, എന്താ ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്യാൻ, ഗൂഗിൾ സെക്യൂരിറ്റി, ഡിവൈസ് ഫൈൻഡർ, സിസ്റ്റം അപ്ഡേറ്റ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ. പിന്നീട് ലൊക്കേഷൻ സെക്യൂരിറ്റി കാണിച്ചു, സേഫ്റ്റി, എമർജൻസി, വിശ്വാസം അയക്കാനുള്ള നമ്പർ, സറി. പിന്നീട് നമ്മുടെ സ്വന്തം ബാറ്ററി 45% ഉണ്ട്. 12 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ കിട്ടിയപ്പോൾ തന്നെ അത്രയും ചാർജ് ഉണ്ടായിരുന്നു. GT മോഡ് കേട്ടോ. GT മോഡിൽ പെർഫോമൻസ് കൂടും. അപ്പം GT മോഡ് എനേബിൾ ചെയ്തിട്ടാൽ പെർഫോമൻസ് കൂടും. ചിലപ്പോൾ നല്ല ബാറ്ററിയുടെ പെർഫോമൻസ് കുറയും ചെയ്യും. പവർ സേവിങ് മോഡുണ്ട്. ബാറ്ററി ഹെൽത്ത് നോക്കാനായിട്ട് സ്മാർട്ട് ചാർജിങ്, സ്റ്റോപ്പ് അറ്റ് 80 ചാർജിങ്, പിന്നെ ബാറ്ററി ബൂസ്റ്റർ ഉണ്ട് കേട്ടോ. അപ്പം ബാറ്ററിയുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നല്ല കാര്യം. സ്മാർട്ട് റാപ്പിഡ് ചാർജിങ്, അതായത് ഫോണിൻ്റെ ചാർജിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വേഗത്തിൽ ചാർജ് ചെയ്യുന്ന പരിപാടിയാണ്. അതെനിക്കൊന്ന് ചാർജ് കുറവായിരിക്കുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ളത് തന്നെ ആയിരിക്കും. പിന്നെ ചാർജിങ് സ്പീഡ് ജനറേഷൻ യൂണിറ്റ് ക്വിക്ക്ലി, ഓക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇച്ചിരി ചൂടാവുന്നേ പറയുന്നുള്ളൂ. അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മതി, ഫാസ്റ്റായി ചാർജ് ആയിക്കോളും. അതുകൊണ്ട് അതിനകത്തും എല്ലാം കുറച്ച് AI ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ ഉള്ളത് സ്പെഷ്യൽ ഫീച്ചേഴ്സ്,
സ്മാർട്ട് സജഷൻ, സ്മാർട്ട് സെറ്റിംഗ്സ്, പെറ്റ് വ്യൂ, ഫ്ലെക്സിബിൾ വിൻഡോ, ക്വിക്ക് ലോഞ്ചസ്, കിഡ്സ് മോഡ്, സിംഗിൾ മോഡ്. പിന്നെ ഗസ്റ്റേഴ്സ് വെച്ച് നമുക്കിത് കുറച്ച് ഇതിനകത്ത് നേരത്തെ റിയൽമിയുടെ ഫോണിൽ കാണിച്ചു പറഞ്ഞ് ഗസ്റ്റർ വെച്ച് നമുക്കിത് ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പേജ് മാറ്റുന്നതോ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതോ റീൽസൊക്കെ കാണുന്നതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നീട് ഇത് എത്ര നേരം ചിലവഴിച്ചു ഇതുള്ളത് ഫോൺ നമ്പർ അത് നോട്ട് ചെയ്യാറുണ്ട്. പിന്നീട് അഡീഷണൽ സെറ്റിങ്സ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് അത് പറയാണ്ട് പറ്റിയിട്ട് സർവീസ്, സർവീസ്, വീഡിയോ സർവീസ്, എ സർവീസ് എല്ലാം കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യം നോ എടുത്തിട്ടുതന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഏത് ഇന്ത്യൻ സർവീസ് വേണമെങ്കിൽ കൊടുത്തേക്കാൻ നല്ലതാണ്. അപ്പോൾ അപ്ഡേറ്റ് വേണ്ട, തൽക്കാലം അപ്ഡേറ്റുകളൊന്നും ചെയ്യണ്ട. തൽക്കാലം അപ്ഡേറ്റ് ചെയ്യാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൾറെഡി ആൻഡ്രോയിഡ് 14 ഉണ്ടല്ലോ, 15 ഇപ്പോൾ ഇറങ്ങിയല്ലോ. ഇച്ചിരി വെയിറ്റ് ചെയ്ത് ഈ പ്രശ്നമൊക്കെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ സോൾവ് ആകുന്നു നോക്കാം. റൂട്ട് ഡിവൈസ് കണ്ടു, യൂസർ അടക്കം നമ്മൾ കൊടുത്തിട്ടില്ല. ഗൂഗിൾ ലാക്ക് കണ്ടു, ഡ്യുവൽ മോഡ് ഓഡിയോ, എയർടെൽ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് സെറ്റിങ്സിനകത്തുള്ളത്. പിന്നീട് നോട്ടിഫിക്കേഷൻ വേറെ എടുത്താൽ വൈഫൈ ഉണ്ടാവും, വലിയ ഇതായിട്ടാണ് ബ്രൈറ്റ്നസിൻ്റെ ഇങ്ങനെ പ്രസ് ചെയ്ത് അടിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതൊക്കെ മെയിൻ സ്ക്രീനിലോട്ട് തന്നെ വരും. ഓടിത്തിൻ്റെ അങ്ങനെ തന്നെ. പിന്നീട് മൊബൈലിലുണ്ട് റിങ് ചെയ്യുന്ന ടോർച്ച്, ലൊക്കേഷൻ, എയർപ്ലെയിൻ മോഡ്, ഡിവൈസ് കൺട്രോൾ, വാലറ്റ്, ഓട്ടോ റൊട്ടേറ്റ്, നേച്ചർ ടോൺ ഡിസ്പ്ലേ, ആക്ടിവേറ്റ് സിസ്റ്റം ഗസ്റ്റേഴ്സ്, ലിങ്ക് ടു വിൻഡോസ്, മൾട്ടി സ്ക്രീൻ. ഇങ്ങനെ കുറച്ച് ഓപ്ഷനും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇതിനെയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുമെന്നുള്ള നോക്കി. സ്നാപ്ചാറ്റിനെ തന്നെ നമുക്ക് ആദ്യം ഇവരെല്ലാവരും വേഗത്തെ പോകുന്നുണ്ട് കേട്ടോ. അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഫിറ്റ്ബിറ്റ് 4 ഓക്കെ, അതും പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. സെൻസ് സ്പേസ് എന്താണ് സാധനം? പിന്നീട് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് നമ്മുടെ ക്യാമറ. ക്യാമറയുടെ സാമ്പിൾ ഇപ്പോൾ രാത്രി വട്ടത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറയുടെ സെറ്റിങ്സ് ഇതിലൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നല്ല ബട്ടർ സ്മൂത്താണ് കേട്ടോ. വീഡിയോ 1080p 30 കിടപ്പുണ്ട്, 60 കിടപ്പുണ്ട്. 4K 60 FPS 30 FPS ഉണ്ട്. 720 30 FPS 60 FPS ഉണ്ട്. 3-നകത്ത് 30-നും 16 FPS രണ്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. ഫ്ലാഷിൽ എടുക്കുക. സ്ക്രീനകത്ത് അറിയാമല്ലോ, പക്ഷേ നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അഡീഷണലായിട്ട് അതിനകത്ത് നൈറ്റ് മോഡുണ്ട്, പ്രോ മോഡുണ്ട്, ഹൈ റെസൊല്യൂഷൻ, പാനൽ, ഫിലിം, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ലോങ് എക്സ്പോഷർ, വീഡിയോ, ടെക്സ്റ്റ് സ്കാനർ. അങ്ങനെ ഓൾറെഡി ഇതിൻ്റെ റിയൽമിയുടെ ഫോണിനകത്ത് കാണുന്ന സെറ്റിങ്സ് തന്നെയാണ് ഇതെല്ലാം. പിന്നീട് ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. നമ്മളിപ്പോൾ എത്ര വന്നാൽ റിയൽമി GT60 എന്നാണ് എൻ്റെ പേര്. എൻ്റെ മോഡൽ നെയിം പറഞ്ഞത് RMX 3853 എന്നാണ്, 3853. പിന്നീട് ഇതിനകത്ത് മെയിനായിട്ട് അവർ പറയുന്നത് 6000 നെറ്റിൻ്റെ ഹൈപ്പർ ഡിസ്പ്ലേ ആണ്. സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നാണ് അവർ പറയുന്നത്. പിന്നീട് പറയുന്നത് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ്. ഇത് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഉള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ
ചിപ്സെറ്റ് വെച്ചൊരു സെറ്റ് ഇറങ്ങുന്നത്. ഉള്ളത് എന്ന് പറഞ്ഞാൽ ഐസ്ബർഗ് വേപ്പർ കൂളിംഗ് സിസ്റ്റം. ഇതിന് ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഇതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കൂളിംഗ് സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. ഉണ്ട് ഫിംഗർ പ്രിൻ്റ് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട്. കവറിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും പ്രശ്നമില്ല, ഇല്ലെങ്കിൽ തുടച്ചാൽ പോകും. പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഫ്രണ്ടിൽ ഗോറില്ലയുടെ ഗ്ലാസ് വിക്ടസ് 2 ആണ് ഫ്രണ്ടിലുള്ളത്. ബാക്കിലെ നിന്ന് പോളികാർബണേറ്റാണ്. ഇവിടുത്തെ ഇതും പോളികാർബണേറ്റ് തന്നെയാണ്. ഇത് മെറ്റലല്ല, പോളികാർബണേറ്റ് തന്നെയാണ് വരുന്നത്. 1500 mAh ബാറ്ററിയാണ് വരുന്നത്. അതും ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ബാറ്ററിയാണ്. പിന്നെ 120 വാട്ട്സിൻ്റെ സൂപ്പർ ബുക്ക് ചാർജറാണ്. ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് ആണിത് പറയുന്നത്. അതേപോലെ തന്നെ 12 GB റാം 512 GB റോം മാക്സിമം ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ് വരുന്നത്. ഇത് നമുക്ക് അതിന് യൂട്യൂബ് നോക്കാം. യൂട്യൂബ് കണ്ടില്ല, യൂട്യൂബ് 4K 60 FPS HDR വരെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു വീഡിയോ എടുത്തതാണ്. നമുക്ക് നേരെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളറുകളാണ് അതിനകത്ത് കാണുന്നത്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ആ ബ്ലാക്കൊക്കെ നമുക്ക് കറക്റ്റ് ബ്ലാക്കായിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് എടുക്കുമ്പോൾ നെറ്റ് കണക്ട് ചെയ്ത ഉടനെ ഈ മാർക്കറ്റിൽ പോകുന്ന സംഭവം തനിയെ ഡൗൺലോഡിങ് തുടങ്ങും. തുടങ്ങുമെന്ന് വെച്ചാൽ ഒരുപാട് ആപ്പുണ്ട്. ഒരാവശ്യമില്ലാത്ത കുറേ ചാത്തൻ ആപ്പുകൾ തനിയെ ഡൗൺലോഡ് ചെയ്യും. ഒരുപക്ഷെ ഇതൊന്നും എന്താ പറയുന്നത്, നമുക്ക് മറ്റേ വൈറസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ എല്ലാം ബ്ലോട്ട്വെയറുകളോ അങ്ങനെയുള്ള ഹാർഡ്വെയറൊക്കെ ആയിരിക്കാം മൊത്തം. ഞാൻ ഒറ്റയടിക്കത് കണക്ട് ചെയ്തപ്പോൾ 20 ആപ്പാണ് ഇതിനകത്ത് ഡൗൺലോഡ് ആയത്. അപ്പോൾ ആദ്യം തന്നെ ഇതെടുത്തിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് ഇത് ഓഫ് ചെയ്തിടുക. ഇതിനകത്ത് എല്ലാ ആപ്ലിക്കേഷൻ ആവശ്യമില്ലാത്ത എല്ലാം കളയുക. ഫേസ്ബുക്ക് ലൈറ്റൊക്കെ തനിയെ കയറി വന്നതാണ്. അതുകൊണ്ട് ഈ ആപ്പ് സ്റ്റോർ അത്ര നല്ല ആളല്ല, ഒരുപാട് ചവറിനെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരും. അപ്പോൾ അതിനെ എപ്പോഴും നോക്കണം. സ്ക്രീൻ സൈസ് 6.78 ഇഞ്ചാണ്. ബ്രൈറ്റ്നസ് 100 നിറ്റ്സാണ്. അത് പിന്നെ 1600, 6000 അങ്ങനെ 3 ലെവലിൽ പറയുന്നുണ്ട് അവർ. റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ് വരെയാണ്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 2500 ഹെർട്സാണ്. റെസൊല്യൂഷൻ 2780x1787 നമ്മൾ നേരത്തെ അതിനകത്ത് കാണിച്ചായിരുന്നു. പിന്നീട് സ്ക്രീൻ ടു ബോഡി റേഷ്യോ 94.20 കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 5,00,000:1 ആണ് പറയുന്നത്. കളർ ജാമത്ത് എന്ന് പറയുന്നത് DCI-P3 100%. കളേഴ്സ് 1.07 ബില്യനാണ്, 10 ബിറ്റാണ്. പ്രൊട്ടക്ഷൻ ഈ പറഞ്ഞാൽ വിക്ടസ് 2 ആണ് ഗ്ലാസ്സിനുള്ളത്. 120 വാട്ട്സിൻ്റെ സൂപ്പർ ബുക്ക് ചാർജാണ്. ഇത് 11 വാട്ട്സ് 11 MB ഉണ്ട്. ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. ടൈപ്പ് സി പോർട്ടാണ് നേരത്തെ കാണിച്ചിരുന്നു. പിന്നീട് 1500 mAh ബാറ്ററിയാണ്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ സോണിയുടെ ഒന്നാമത്തെ ക്യാമറ, സോണിയുടെ 50 മെഗാപിക്സലിൻ്റെ LYT 600 എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നീട് രണ്ടാമത്തെ വെച്ചാൽ അൾട്രാ വൈഡാണ്. അത് സോണിയുടെ തന്നെ IMX 355 എന്ന് പറയുന്ന 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിനകത്ത് ഫോട്ടോഗ്രാഫി എന്ന് ഒരുപാട് മോഡുകളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. പിന്നീട് വീഡിയോ റെക്കോർഡിങ് 4K 60 FPS ഉണ്ട്, 30 FPS ഉണ്ട്, 1080p 60 FPS 30 FPS ഉണ്ട്. പിന്നീട് 720p 60 FPS 30 FPS ഉണ്ട്. EAS ഉണ്ട്, OAS ഉണ്ട്. പിന്നെ കുറേ ഉണ്ട്, വീഡിയോയുടെ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്, നമ്മളതെല്ലാം ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വരുന്നതെന്ന് വെച്ചാൽ 32 മെഗാപിക്സലിൻ്റെ സോണി IMX 615 എന്ന് പറയുന്ന ക്യാമറയാണ് വരുന്നത്. അതിനകത്ത് ഈ പറയുന്ന പോലെ 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1080p 30 fps 720p 30 fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നെറ്റ്വർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഡ്യുവൽ 5G പ്ലസ് 5G ഡ്യുവൽ മോഡ് വരുന്ന സെറ്റാണ്. ഇതിന് രണ്ടിലുമായിട്ട് SA എന്ന് പറയുന്നത് N77 78 38 40 41 ആണ്. പിന്നെ NSA എന്ന് പറയുന്നത് N77 78 38 40 41. അങ്ങനെ അത്രയും ബാൻഡാണ് ഇന്നത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ 4G 2G എല്ലാം ഇന്നത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വയർലെസ് 2 മോഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2.4 GHz 5 GHz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Wi-Fi 6 ആണ് ഇതിനകത്ത് വരുന്നത്. ബ്ലൂടൂത്ത് നേരത്തെ പറഞ്ഞ് 5.4 ആണ്. പിന്നെ അതിൻ്റെ കുറേ ഇത് സപ്പോർട്ട് ചെയ്യുന്നതുണ്ട്. പിന്നെ NFC കാർഡ് മോഡും ഉണ്ട്, റൈഡർ മോഡും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാവിഗേഷൻ വരുന്നത് ഇതിനകത്ത് ഡ്യുവൽ ഫ്രീക്വൻസി GPS ആണ്. GPS ഉണ്ട്, ജെലിലി ഉണ്ട്, ബെയ്ഡും ഉണ്ട്, QZSS ഉണ്ട്, നാവിക് ഉണ്ട്, ഗ്ലോണാസ് ഉണ്ട്. ലെങ്ത് 122 mm ആണ്. വിഡ്ത്ത് 75.1 mm, ഡെപ്ത്ത് 8.65 mm, വെയ്റ്റ് 191 ഗ്രാം. ഇതാണ് ഡയമെൻഷൻ വരുന്നത്. പിന്നെ ആഡിയോ ഡ്യുവൽ സ്പീക്കറാണ്, സൂപ്പർ ലൈനർ. നേരത്തെ കാണിച്ച ലോ റിയാലിറ്റി, ഡ്യുവൽ നോയ്സ് ക്യാൻസലേഷൻ, ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സർട്ടിഫിക്കേഷൻ എല്ലാം ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ബട്ടൺസ് എന്ന് പറഞ്ഞാൽ 2 നാനോ സിം കാർഡ് സ്ലോട്ടാണ്, ഹൈബ്രിഡ് അല്ല. 2 സിം മാത്രമേ ഇടാൻ പറ്റൂ. പിന്നെ 2 സ്പീക്കർ, 2 മൈക്രോഫോൺ. സെൻസർ എന്ന് പറഞ്ഞാൽ ജിയോ മാഗ്നറ്റിക് സെൻസറുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ ഡ്യുവൽ ലൈറ്റ് സെൻസറുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ ഡ്യുവൽ കളർ ടെമ്പറേച്ചർ സെൻസറുണ്ട്. പിന്നെ പ്രോക്സിമിറ്റി സെൻസറുണ്ട്, ആക്സിലറേഷൻ സെൻസറുണ്ട്, ഗ്രാവിറ്റി ഉണ്ട്, ഗൈറോസ്കോപ്പ് ഉണ്ട്, സ്റ്റെപ്പ് കൗണ്ടിങ് മെഷീനുണ്ട്. ഇതിനകത്ത് എനേബിൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ സെൻസറുകൾ ഇതിനകത്ത് ഉണ്ട്. പറഞ്ഞാൽ ഇതിൻ്റെ ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. കളർ വോയിസും 14 ആണ്. പിന്നെ റിയൽമിയുടെ UI 5.0 ആണ്. ഇതിനകത്ത് ബോക്സിൽ വരുന്നത് നമ്മളത് കണ്ടായിരുന്നു, ഐറ്റങ്ങളാണ്. പ്രൈസ് എന്ന് പറഞ്ഞ് ഓഫറുകളൊന്നും ഇല്ലാതെ 8,128 വേരിയൻറ്റിന് 31 രൂപ, 8,286 33, 12,286 36,000, 12,512 40,000. ഇങ്ങനെയാണ് അതിൻ്റെ വില വരുന്നത്. എല്ലാ ബാങ്കിൻ്റെയും കാർഡിന് 4,000 രൂപ വെച്ച് ഓഫറുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുറഞ്ഞ് കിട്ടും. പ്ലസ് ആമസോണിൻ്റെ ICIC കാർഡ് ഉണ്ടെങ്കിൽ 3% ഓഫറുണ്ട്. നമ്മളെടുത്ത വേരിയൻറ്റിനാണെങ്കിൽ തന്നെ ഒരു 1,000 രൂപ അടുപ്പിച്ച് അത് വരും. പിന്നെ അതല്ല ആമസോൺ ICIC കാർഡ് പ്ലസ് പ്രൈം മെമ്പർ ആണെങ്കിൽ 5% അതിൻ്റെ ക്യാഷ് ബാക്ക് വരുന്നത്. അപ്പോൾ ആരെങ്കിലും ഇപ്പം ആമസോൺ പ്രൈം ഒരു മാസത്തേക്ക് 179 രൂപയേ ഉള്ളൂ. ഇപ്പോൾ ആമസോണിൻ്റെ ICIC കാർഡ് ഉള്ള ഒരാളാണെങ്കിൽ ജസ്റ്റ് ആ 179 രൂപ ചിലവാക്കി ആമസോൺ പ്രൈം എടുത്താൽ നമുക്കൊരു എങ്ങനെയായാലും 450 രൂപ അഡീഷണലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ 179 രൂപ പോയിട്ട് 500 രൂപ കിട്ടുകയും ചെയ്യും. ഒരു മാസം ഫ്രീ ആയിട്ട് ആമസോൺ പ്രൈം യൂസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ 4 months എടുത്താലും നഷ്ടമില്ല. 4 മാസത്തേക്ക് 489 രൂപയാണ് ആമസോൺ പ്രൈം. അങ്ങനെ എടുത്താലും നമുക്ക് ഒരു 4 മാസത്തേക്ക് ഫ്രീ ആയിട്ട് ആമസോൺ പ്രൈം കാണുകയും ചെയ്യാം. ആ പൈസ നമുക്ക് നഷ്ടമില്ലാതെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇതിൻ്റെ പറഞ്ഞതെന്ന് അനൗൺസ് ചെയ്ത് മെയ് 22 റിലീസ് ചെയ്ത് മെയ് 29 ആൻഡ്രോയിഡ് സ്കോർ വരുന്നത് 1.5 മില്യൺ അടുപ്പിച്ചാണ്. അൾട്രാ സ്റ്റേബിൾ മോഡൊക്കെ ഉണ്ട് 1080 30 fps. പിന്നീട് മൈക്രോ ലെൻസ് ഇല്ല. 1 മുതൽ 50% 10 മിനിറ്റ് ഉണ്ടാകും, 100% 30 മിനിറ്റ്, അങ്ങനെയാണ് കമ്പനി പറയുന്നത്. പിന്നെ SOT ഒരു 6 to 7 hour കിട്ടുമെന്ന് പറയുന്നത്. IP റേറ്റിംഗ് ഉണ്ട്, IP65 ആണ്. ഞാൻ നാസോ സീരീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇതിന് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നീട് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ നാസോ വേണ്ടത് LCD സ്ക്രീനായിരുന്നു, അതിനും ആ ഒരു പ്രശ്നമില്ല. പിന്നെ അപ്ഡേറ്റിൻ്റെത് അങ്ങനെ അധികം പറഞ്ഞു കേട്ടിട്ടില്ല, ഇതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ആഡിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അത് ഗ്ലാൻസും അതല്ലാതെ ഈ ഹോം സ്ക്രീൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ആഡ്സൊക്കെ വരുന്ന ഇഷ്യൂസ് ഉണ്ട്. സർവീസും വലിയ കുഴപ്പമില്ല. പിന്നെ USB 2.0 ആണ് വരുന്നത്, IR വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് വരുന്നുണ്ട്. VONR അതിൻ്റെ കൺഫർമേഷൻ ഒന്നും ഞാൻ കണ്ടില്ല. കരിയർ അഗ്രിഗേഷൻ വരുന്നുണ്ട്.
MMC സ്ലോട്ട് ഇല്ല, അതായത് മൈക്രോ SD കാർഡ് സപ്പോർട്ട് ചെയ്യത്തില്ല. ഹൈബ്രിഡ് സിമ്മുകളിൽ 2 നാനോ സിം മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. ഈ സിമ്മും ഇല്ല. ഇതിനകത്ത് വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് LTPO MOLED ആണ് വരുന്നത്. ഇത് 1.07 ബില്യൺ കളർ 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. 120 Hz HDR പറഞ്ഞതാണ്. റോൾവേഷൻ്റെ കാര്യം ഞാനങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. 450 PPI ആണ് അതിൻ്റെ പിക്സൽ ഡെൻസിറ്റി വരുന്നത്. HDR പ്ലേബാക്ക് സപ്പോർട്ട് HDR10 വരെയാണ്. വയർഡ് ചാർജറാണ് വരുന്നത്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് അവർ പ്രധാനമായിട്ടും പറയുന്നത് ഇതിന്. പിന്നീട് 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്. പിന്നെ റേഡിയോ ഇല്ല. സ്റ്റീരിയോ സ്പീക്കറാണ്. 24 ബിറ്റ് 192 kHz ഹൈ റെസൊല്യൂഷൻ ആഡിയാണ്. എയർ ഗസ്റ്റേഴ്സ് കുറച്ചുണ്ടോ നിങ്ങൾ നെറ്റ് നോക്കി മതി. കുറച്ച് 2-3 നെറ്റേ ഉള്ളൂ. അവരുടെ പരസ്യം കാണിക്കുന്ന 2-3 ടൈപ്പേ ഉള്ളൂ. ലാഗ് ഫ്രീ സർട്ടിഫിക്കേഷൻ ഇടയ്ക്ക് ഏതൊരു 4-5 വർഷത്തേക്ക് ഏതൊരു മോഡലിന് വേണ്ടി കൊടുത്തിരുന്നു. ആ സർട്ടിഫിക്കേഷൻ ഇതിനില്ല. റെയിൻ വാട്ടർ ടച്ച് അതിനെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നില്ല. അത് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് റെയിൻ വാട്ടർ. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഐ പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ഐ പ്രൊട്ടക്ഷൻ തന്നെ 2-3 രീതിയിൽ ഒരു ഐ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. AI ഹെൽപ്പോടുകൂടി 2-3 രീതിയിൽ ഈ കണ്ണുകൾക്കുള്ള സംരക്ഷണത്തിന് ഉണ്ട്. അതുകൊണ്ട് ഇതിന് TUV 3.0 സർട്ടിഫിക്കറ്റ് ചെയ്ത ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ് നമ്മൾ നേരത്തെ പറയുന്നത്. വൈഡ് L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഒക്കെ 1080p കാണാം. യൂട്യൂബിൽ നേരത്തെ നമ്മൾ കണ്ടു 4K HDR 60 FPS കാണിക്കുന്നുണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിന് HDR പറയുന്നില്ല. ഓഡിയോ ടെസ്റ്റ് ചെയ്തതിൽ ബാലൻസിങ് സൗണ്ടാണ് വരുന്നത്. ആപ്റ്റിക് ഫീഡ്ബാക്ക് നല്ലതാണ്. ഷൂട്ടിംഗ് വിൻഡോ ഒക്കെ എന്നിട്ടുണ്ട് കേട്ടോ. ബെഞ്ച്മാർക്ക് സ്കോറൊക്കെ എല്ലാം അത്യാവശ്യം ആൻഡ്രോയിഡ് ആയാലും ഗീക്ക് നല്ല രീതിയിൽ ബെഞ്ച്മാർക്ക് സ്കോറുണ്ട്. CPU ത്രോട്ടിങ് ടെസ്റ്റ് നല്ല രീതിയിലാണ് റിസൾട്ട്. ഗെയിമിൻ്റെയൊക്കെ നോക്കിയിട്ടും വലുതായിട്ട് ചൂടാകുന്നില്ല. അത്ര ഗെയിമല്ല, എങ്കിൽ പോലും ഓവർ ഹീറ്റിംഗ് കാണിക്കുന്നില്ല. അത്യാവശ്യം വാങ്ങാന്നേ ഉള്ളൂ. അപ്പം നമുക്കിതിൻ്റെ മൊത്തത്തിൽ സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ക്യാമറ സൗണ്ട് നല്ലതാണ്. ക്യാമറയുടെ അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ പെർഫോമൻസ് കൊള്ളാം. നല്ല പെർഫോമൻസ് ഗുഡാണ്. ബാറ്ററിയും അതേപോലെ തന്നെ ഗുഡ്. ചാർജറെല്ലാം ഗുഡാണ്. പിന്നെ ഡിസൈൻ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. എങ്കിലും ബെസ്റ്ലെസ് ആണ്. നല്ല ഡിസ്പ്ലേ ആണ്. ബോഡി ഇപ്പോൾ നല്ല ഫുള്ളി ബോഡി കാർബണേറ്റാണ് ഫ്രെയിം പോലും. അതിൻ്റെ ഒരു കുറവായിട്ടാണെങ്കിൽ തോന്നാം. പിന്നെ ഡിസ്പ്ലേ നല്ലതാണ്. കളർ ഡിസ്പ്ലേ ആണ്. പിന്നീട് ഓഡിയോയും ഓക്കെ, വീഡിയോയും കാർഡിനും ഓക്കെ. വോയിസ് അപ്ഡേറ്റും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3 വർഷം 4 വർഷമൊക്കെ. 3 സോണിയുടെ സെൻസറാണ് വെച്ചേക്കുന്ന ക്യാമറയിൽ. 3 കൂടെ ഒരുവിധം എല്ലാത്തിനകത്തും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം അത് നല്ലതാണ്. ഒരു ബോക്സിൽ ഒരു ഫോണിന് വേണ്ട എല്ലാ സാധനവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഓക്കെയാണ്. പിന്നെ ഹാൻഡ് ഫീലും ഓക്കെയാണ്. എയർ ബ്ലാസ്റ്റ് ഉണ്ട്, നല്ലതാണ്. ഇവിടെ നല്ല AC എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാം. ഐ പ്രൊട്ടക്ഷൻ മാക്സിമം അവർ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിന് റിസൾട്ടും ഉണ്ട്. പിന്നെ OTT കാണുന്നതിനായാലും അത്യാവശ്യം നല്ലതാണ്. ഗെയിമിങ്ങിനും നല്ലതാണ്. കോളിങ്ങിൻ്റെതും അത്യാവശ്യം ഹീറ്റാകുന്നില്ല. അത്യാവശ്യം കറക്റ്റാണ്. മൊത്തത്തിൽ പ്രൈസ് നോക്കി ഇച്ചിരി എന്നൊക്കെ പറഞ്ഞാലും ഏകദേശം ഓക്കെയാണ്. ഈ ഓഫറൊക്കെ തരുമ്പോഴത്തേക്കും ഓക്കെയാണ്. 25-നകത്തൊക്കെ അടുപ്പിച്ച് വരുന്നുണ്ട്. 25 അത് എക്സ്ചേഞ്ചാണ്. ഇത് എക്സ്ചേഞ്ചിൽ 27-28 വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.